എല്ലാവർക്കും നമസ്കാരം. 12 ദിവസമായി തുടർന്നു വന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധം സമാധാനപരമായി തീർന്നു എന്ന് തൽക്കാലത്തേന് വിശ്വസിക്കാം. തൽക്കാലത്തേന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, അല്ല നമ്മൾ കേൾക്കുന്നത്, വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഇനി യുദ്ധമില്ല, ഇനി അത് ഉണ്ടാക്കും എന്ന് തോന്നിയാൽ വീണ്ടും യുദ്ധം തുടങ്ങും എന്നൊക്കെയാണ് നമ്മളിതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രയേലിൻ്റെ വലിപ്പം എന്താണെന്ന് ചോദിച്ചാൽ 22,145 സ്ക്വയർ കിലോമീറ്ററാണ്. 22,145 സ്ക്വയർ കിലോമീറ്റർ. ഇറാൻ എന്തേരം ഉണ്ടെന്ന് ചോദിച്ചാൽ 16.5 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ്. 16.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ. അതായത് ഇസ്രയേലിൻ്റെ 75 ഇരട്ടി വലിപ്പമുണ്ട് ഇറാന്. ഇത് കൃത്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ കേരളം 38,863 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. 38,863 സ്ക്വയർ കിലോമീറ്റർ. അതായത് കേരളത്തിൻ്റെ ഒരു 60% വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഈ യുദ്ധം നടന്നത് ഇസ്രയേലും ഇറാനും തമ്മിലാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ യുദ്ധം നടന്നത് കേരളത്തിലെ മാധ്യമങ്ങളിലാണ്. അത് പ്രത്യേകിച്ച് TV ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും ആണ് ഇതിൻ്റേതായ ഏറ്റവും വലിയ യുദ്ധം നടന്നത്. കുറച്ച് ആളുകൾ ഇസ്രയേലിൻ്റെ ഭാഗത്തും കൂടുതൽ ആളുകൾ ഇറാൻ്റെ ഭാഗത്തും ഒക്കെ നിന്നിട്ട് ആളിൻ്റെ ജാതി മതം ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രീതിയിലായിരുന്നു ഈ യുദ്ധത്തിൻ്റെ വാർത്തകളും ഇതിൻ്റെ റിപ്പോർട്ടിങ്ങും ഒക്കെ പോയത്. മിക്ക ചാനലുകാർക്കും ഈ യുദ്ധം തീർത്തത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ചിലർക്കൊക്കെ ഇത് ഭയങ്കര വെറുപ്പുമായിപ്പോയി. ഇതിനിടയ്ക്ക് ഈ നിലമ്പൂർ ഇലക്ഷൻ പോലും കാര്യമായിട്ട് കവർ ചെയ്യാതെ ഈ യുദ്ധത്തിൻ്റെയൊക്കെ പുറകെ നടന്നിട്ട് ഒന്നുമല്ലാത്ത രീതിയിൽ ഇത് തീർത്തത് മിക്കർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാനപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിക്കണം കൊണ്ടിരുന്നതല്ല, പക്ഷേ ഇന്നലെയൊക്കെ പല ചാനൽ ചർച്ചകളും ആകസ്മികമായി കണ്ടപ്പോൾ പലരും പറയുന്നത് ഈ യുദ്ധത്തിൽ ഇറാൻ്റെ സമ്പൂർണ്ണ വിജയമാണ് കണ്ടത്, സമ്പൂർണ്ണ ആധിപത്യമാണ് കണ്ടത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായതുകൊണ്ടാണ് ഞാനത് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്ന് ചിന്തിച്ചത്. ഇത് ഈ വോട്ടിന് വേണ്ടി പക്ഷം പിടിച്ചവരുണ്ട് ആളുകൾ നമ്മുടെ കേരളത്തിൽ. വരുന്ന പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനുകളിൽ അത് ഗുണമാകാൻ വേണ്ടിയിട്ട് ഇസ്രയേലിനെ വിരട്ടിയവരുണ്ട്. പിന്നെ ഈ അധ്യാപകരെ പോലെ പടങ്ങളൊക്കെ വരച്ചിട്ട് ഇത് റിപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഞാനത് മനസ്സിലാക്കുന്നത് ഈ ഇലക്ഷൻ ഫലം ഇങ്ങനെ ആവേശത്തോടെ, അല്ലെങ്കിൽ ഈ വള്ളംകളി നടക്കുന്നിടത്തുനിന്ന് ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ വടംവലി മത്സരം നടക്കുന്നിടത്തെ കമൻട്രി പോലെ, അല്ലെങ്കിൽ ഫുട്ബോൾ കളി അല്ലെങ്കിൽ വോളിബോൾ കളിയൊക്കെ നടക്കുന്നിടത്തെ കമൻട്രി പോലെ ആയിരുന്നു കേരളത്തിൽ ഈ യുദ്ധ റിപ്പോർട്ടിങ്. മിസൈലെടുത്തു, തൊടുത്തു, വിട്ടു, വന്നു, വീണു, തലപോയി, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിനകത്ത് സമ്പൂർണ്ണ ആധിപത്യം, സമ്പൂർണ്ണ വിജയം ഇറാൻ്റെ ഭാഗത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ കണ്ടപ്പം എൻ്റെ മുമ്പിൽ കുറച്ച് സംശയങ്ങൾ വന്നത് ഞാനൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. കഴിഞ്ഞ 3 വർഷമായിട്ട് ആദ്യം ഹമാസുമായിട്ട് തുടങ്ങി. അവരവിടെ താമസിച്ചിരുന്ന സ്ഥലമെല്ലാം ഇടിച്ചു നിരത്തി മരുഭൂമി പോലെ ആക്കി കളഞ്ഞു. അതിനുശേഷം അവരെ സഹായിക്കാൻ വന്ന ഹിസ്ബുള്ളയെല്ലാം തകർത്ത് തരിപ്പണമാക്കി. പിന്നെ ഹൂത്തികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം, കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ ചാനൽ ചർച്ചയ്ക്കകത്ത് പറയുന്നത് കേട്ട്, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഇതിനെയെല്ലാം ഏതാണ്ട് തീർത്തതിന് ശേഷമാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അതുങ്ങൾക്കൊന്നും അനങ്ങാൻ മേലാത്ത പരുവത്തിലാക്കി കളഞ്ഞു. ആ പരുവത്തിലാക്കി കഴിഞ്ഞിട്ടാണ് ഇസ്രയേൽ ഇറാന് നേരെ തിരിഞ്ഞത്. അപ്പോൾ പറയുന്നു ഇത്രയൊക്കെ ചെയ്ത് ഇസ്രയേൽ ജയിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇവരൊക്കെ പറയുന്ന കണക്കുകളൊക്കെ സത്യമാണെങ്കിൽ ആണവ ശാസ്ത്രജ്ഞന്മാരും സേനാ തലവന്മാരും ഉൾപ്പെടെ സമ്മതിച്ച കണക്കും പ്രകാരമാണ് 1000-ൽ താഴെ ആളുകളെ ഇറാനിൽ ഇസ്രയേൽ വധിച്ചിട്ടുണ്ട്. എത്ര പേരാ മരിച്ചിട്ടുള്ളതെന്ന് ദൈവത്തിന് മാത്രം അറിയാം സത്യം. എന്നിട്ടും ആ യുദ്ധത്തിൽ ഇസ്രയേൽ ജയിച്ചില്ല. ഇനി ഇറാൻ്റെ ആകാശം മുഴുവൻ തുമ്പി നടക്കുന്നത് പോലെ ഒരു പ്രതിഷേധവും പ്രതിരോധവുമില്ലാതെ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ F-35
F-16 ഒക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും നടന്നപ്പം താഴെ നിന്നൊരു തോക്കുവടി പോലും എതിരില്ലാതെ തലങ്ങും വിലങ്ങും നടന്നിട്ടും ഇസ്രയേൽ ആ യുദ്ധത്തിൽ ജയിച്ചില്ല. ഇനി ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് അയച്ച 90% മിസൈലുകളും അവർ തടഞ്ഞു. അവർ തടഞ്ഞെങ്കിലും ഈ യുദ്ധം അവർ ജയിച്ചില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇറാൻ്റെ സകലവിധ രഹസ്യങ്ങളും, അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവിൻ്റെ രഹസ്യങ്ങൾ വരെ ചാരവനിതകൾ ചോർത്തി എന്ന് പറയുമ്പോൾ എന്നിട്ടും അവർ ജയിച്ചില്ലെന്നാണ് പറയുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അവസാനം അമേരിക്ക കൊണ്ടുവന്ന ലോകത്ത് വേറൊരു രാജ്യങ്ങൾക്കും ഇല്ലാത്ത സൈസ്, വലിയ സൈസ്, അത്യാധുനികമാണെന്ന് പറയുന്ന ബോംബർ വിമാനങ്ങൾ, ഒരു പ്രത്യേകതരം ബോംബർ വിമാനങ്ങൾ വന്നിട്ട് ഈ ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകൾ നിക്ഷേപിച്ച് കഴിഞ്ഞപ്പോൾ അവരും പേടിച്ചു പോയെന്നാണ് പറയുന്നത്. അമേരിക്കയും പേടിച്ചു പോയി. അതെന്താണോ, ബോംബ് കൊണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് പേടിക്കുകയായിരുന്നോ അതോ താഴെ ഇറങ്ങിയിട്ട് പേടിച്ചോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. 15 ടണ്ണ് 14 ടണ്ണ് തൂക്കമുള്ളത് കൂട്ട് ഏതാണ്ട് 10-18 ബോംബ് കൊണ്ട് ഇട്ടിട്ട് അവർ അന്തരീക്ഷത്തിൽ നിന്ന് പേടിച്ചെന്നാണോ അതോ അമേരിക്ക ചെന്ന് പേടിച്ച് പനി പിടിച്ചോന്നാണോ ഇവർ ഈ പറയുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇതിന് മറുപടിയായിട്ട് മുന്നേ വിളിച്ചു പറഞ്ഞിട്ട് ഖത്തറിലോട്ട് 6 മിസൈലും ഇറാഖിലോട്ട് 1 മിസൈലും വിട്ടു. അതിൽ 7 എണ്ണം വിട്ടതിൽ 6 എണ്ണവും അന്തരീക്ഷത്തിൽ വെച്ച് തടഞ്ഞു, ഒരെണ്ണം ഖത്തറിലെങ്ങാണ്ട് റോഡിൽ വീണു. അപ്പോൾ പറയുന്നത് ഇറാൻ്റെ മിസൈൽ വിട്ടത് കണ്ട് ഇസ്രയേൽ പേടിച്ചു പോയെന്നാണ് പറയുന്നത്. അമേരിക്കൻ പേടിച്ചു പോയി. അമേരിക്ക പിന്നെ ട്രംപ് പനി കാരണം പിന്നെ എഴുന്നേറ്റിട്ടില്ല, പേടിച്ചിട്ട് അതുപോലെ പേടിച്ചു പോയി. അപ്പോൾ 14 ടണ്ണ് തൂക്കമുള്ള 10-18 ബോംബ് കൊണ്ടിട്ട് അമേരിക്കൻ പൈലറ്റുമാരെല്ലാം ഇപ്പോഴും അതിശക്തമായ പനിയിൽ പിടിച്ച് കിടക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത്, ഞാനിതിനകത്ത് വളരെ ലളിതമായിട്ട് ചിന്തിച്ചൊരു കാര്യം, നമ്മുടെ കേരളത്തിൽ നിന്ന് അനേക മലയാളികൾ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ട്. അനേക മലയാളികൾ ഇപ്പോൾ ഇന്ന് ഇറാനിലുള്ളതിലും അല്ലെ പഴയ പേർഷ്യയായ ഇന്നത്തെ ഇറാനിലുള്ളതിൻ്റെയൊക്കെ ഒത്തിരി ഇരട്ടി ആളുകൾ ഈ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കെയറർമാരായിട്ടും കൺസ്ട്രക്ഷൻ മേഖലയിലും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരാളിന് പോലും മരണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഒരു പരിക്ക് പോലും ഉണ്ടായിട്ടുമില്ല. എന്നിട്ടും പറയുന്നത് ഇസ്രയേലിൻ്റെ സംവിധാനങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അവരുടെ പേട്രിയറ്റ് മിസൈൽ അല്ലെ അയൺ ഡോം സഹിതം ഉള്ളതെല്ലാം പരാജയപ്പെട്ടു, ഇസ്രയേൽ ഈ യുദ്ധത്തിൽ ജയിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇറാന് സമ്പൂർണ്ണ വിജയം എന്ന് പറയുമ്പം, ഇത് വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള വലിയ കോളേജ് പ്രൊഫസർമാരും ഒക്കെ ആയിരുന്നു പറയുന്നത്. ഇത് കേൾക്കുമ്പം ഇത് പറയുന്നത് കേൾക്കാനും പറയാനും എന്ന് പറഞ്ഞാൽ ഈ തള്ളലുകൾ തള്ളാനും ആ തള്ളലുകൾ കേൾക്കാനും അത് കേട്ട് രസിക്കാനും ഒക്കെയുള്ള ന്യായമായ ആളുള്ള നാടായി കേരളം മാറി. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിൽ പോലും ഇത്രയോ ഇറാൻ അനുകൂലികളുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി ഇസ്രയേലിനെ സംബന്ധിച്ച് അവിടെ നിന്ന് നമ്മൾ അവർ പറയുന്ന കണക്കൊക്കെ ശരിയാണെങ്കിൽ 25 താഴെ ആളുകൾ മരിച്ചു. ഒരാണവ ശാസ്ത്രജ്ഞൻ മരിച്ചില്ല, അറിയപ്പെടുന്ന ഒരു സൈനിക നേതാവ് മരിച്ചില്ല, ഒരു പൈലറ്റ് മരിച്ചില്ല, പട്ടാളക്കാരും മരിച്ചതായിട്ട് പറയുന്നത് കേൾക്കുന്നില്ല. സാധാരണപ്പെട്ട ഒരു 25 പേരിൽ താഴെ മരിച്ചു, കുറേ കെട്ടിടങ്ങളും പോയി. എന്നിട്ടും ഇറാന് സമ്പൂർണ്ണ വിജയം ഉണ്ടായെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇനി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ തോറ്റില്ല, അമേരിക്ക തോറ്റില്ല, ഇറാൻ തോറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറാൻ തോറ്റുമില്ല, ഇറാൻ ജയിച്ചുമില്ല, ഇസ്രയേൽ ജയിച്ചുമില്ല, തോറ്റുമില്ല, അമേരിക്ക തോറ്റുമില്ല, ജയിച്ചുമില്ല. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, ഈ 25 പേര് മരിച്ചിട്ടും ഇസ്രയേലി മരിച്ചിട്ടും മലയാളികൾ ഇതുപോലെ ഉണ്ടായിട്ട് ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ഞാനപ്പോൾ ഇസ്രയേലിലുള്ള എൻ്റെ ഒരു സ്നേഹിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു ഭയമുള്ള കാര്യമൊന്നുമല്ല. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നെങ്കിൽ ഹമാസ്, അല്ലെങ്കിൽ ഹൂത്തികൾ, അല്ലെങ്കിൽ ഹിസ്ബുള്ള, അല്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടാൽ ഈ സൈറൺ അടിക്കുന്നതും അന്തരീക്ഷത്തിൽ ഇത് വരുന്നതൊക്കെ അവർ സ്ഥിരം കണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു സൈറൺ അടിച്ചു കഴിയുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ മലയാളികളെല്ലാം ഷെൽട്ടറുകളിലേക്ക്, ഭൂഗർഭ അറകളിലേക്ക് ഓടിപ്പോവും. ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായതുകൊണ്ട് യുദ്ധവും മിസൈലും ബോംബും തോക്കും വെടിയും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് അവർ ചിലപ്പം വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കും, തലേ വന്നെങ്ങാനും വീണെങ്കിലാണ് ഇങ്ങനെ മരിക്കുന്നത്. അങ്ങനെ അപൂർവം പറഞ്ഞ കേൾക്കാത്ത കുറച്ച് പേരല്ലാതെ അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ലെന്നുള്ളത് നമ്മൾ കേരളത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇറാൻ ഇതുപോലെ ഇസ്രയേലിനെ തകർത്തെങ്കിൽ കേരളത്തിൽ ഒരാൾക്കെങ്കിലും പരിക്ക് പറ്റേണ്ടതല്ല ഇതുപോലെ ആളവിടെ ഉണ്ടായിട്ട്.
ഇതൊന്നുമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു വാർത്ത കണ്ടില്ല, ഈ ദിവസങ്ങളിൽ ഒരു വാർത്തയും കൂടെ കേട്ടു. അവിടെ ഇസ്രയേൽ QR കോഡും അക്കൗണ്ട് നമ്പരും ഒക്കെ വെച്ച് പണപ്പിരിവ് തുടങ്ങിയെന്ന്. സത്യത്തിൽ ഇതെല്ലാം കൃത്രിമമായി പടച്ചുവിടുന്ന സംഭവങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ആരും തോക്കാത്ത ഈ യുദ്ധത്തിൽ തോറ്റതാരാ? തോറ്റത് കേരളത്തിൽ ഈ TV യുടെ മുമ്പിലും പൈസ കൊടുത്ത് TV ചാർജ് ചെയ്തിട്ട് ഇതിൻ്റെ മുമ്പിലിരുന്നവരും, പൈസ കൊടുത്ത് നെറ്റ് ചാർജ് ചെയ്തിട്ട് ഈ ഫോണിൽ യൂട്യൂബിൽ നോക്കിയിരുന്നതുമായ മണ്ടന്മാരായ മലയാളികളാണ് ഈ യുദ്ധത്തിൽ തോറ്റത്. സത്യത്തിൽ ചാനലുകാർക്ക് ഈ യുദ്ധം തീർന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഒന്നാമത് ഒരു രസവും ഇല്ലാതിരിക്കുക, അങ്ങനെ മുന്നോട്ട് ഒരു രസവും ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരുവിധം എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ് മൂപ്പിച്ച് നിൽക്കാൻ പറ്റുമായിരുന്ന ഈ പരിപാടി അങ്ങില്ലെന്നായത്. അപ്പോൾ അടുത്ത ഒരു പദ്ധതി വന്ന് വീഴട്ടെ എന്നൊരു ചിന്തയിൽ. അത് തന്നെയല്ല പറയുന്നത്, ഈ ഇസ്രായേലിൻ്റെ ആയുധങ്ങളെല്ലാം തീർന്നുപോയി, ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും പറയുന്നു, ഇപ്പോഴും അവസാനം ഈ ട്രംപ് യുദ്ധം നിർത്താൻ പറഞ്ഞതിന് ശേഷവും അന്നേരവും ട്രംപ് വിളിച്ച്, നമ്മുടെ ഇവിടുത്തെ ചാനലുകാരൊക്കെ പറയുന്ന സത്യമാണ്, നെതന്യാഹുവിനെ വിളിച്ച് തെറി വിളിച്ചെന്നാണ് പറഞ്ഞത്. കാരണം അങ്ങോട്ട് പോയ യുദ്ധവിമാനങ്ങൾ തിരിച്ചു വിളിക്കാൻ, അതായത് ആയുധങ്ങളുമില്ല സാഹചര്യങ്ങളുമില്ല തോറ്റു നിൽക്കുന്നവരുടെ യുദ്ധവിമാനങ്ങൾ തിരിച്ചു വിളിക്കാൻ പറഞ്ഞെങ്കിൽ ഇത് മുന്നോട്ട് എന്താണ്? അപ്പോൾ ഇത് നമ്മൾ കേരളത്തിലുള്ള ആളുകൾ ഇത് പടച്ചു വിടുമ്പോൾ ഇതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ 75 ഇരട്ടി വലിപ്പമുള്ള രാജ്യത്തിൻ്റെ മണ്ടേ കയറി തലങ്ങും വിലങ്ങും പറന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇറാൻ ഈ യുദ്ധത്തിൽ സമ്പൂർണ്ണ ആധിപത്യമാണെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു കഴിവ് മലയാളികൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.